ഫോൺ ഉപയോഗം കുറയ്ക്കുക, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനായി വെറുതെ മനക്കരുത്ത് മാത്രം പോരാ, പകരം ഫോൺ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ പഠിക്കാൻ എളുപ്പമുള്ളതുമായ ഒരു അന്തരീക്ഷം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇതിനായി താഴെ പറയുന്ന കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഘട്ടം 1. ഫോൺ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം? നമ്മുടെ ശ്രദ്ധ എളുപ്പത്തിൽ ഫോണിലേക്ക് പോകാത്ത രീതിയിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. കണ്ണിൽ നിന്ന് മാറ്റിവെക്കുക. പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ മറ്റൊരു മുറിയിലോ അല്ലെങ്കിൽ മേശവലിപ്പിലോ എടുത്തു മാറ്റിവെക്കുക. ഫോൺ കൺമുന്നിലുണ്ടെങ്കിൽ അതെടുക്കാനുള്ള പ്രേരണ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക. വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഗെയിമുകൾ എന്നിവയുടെ അനാവശ്യ നോട്ടിഫിക്കേഷനുകൾ പൂർണ്ണമായും ഓഫ് ചെയ്യുക. ഫോൺ ശബ്ദിക്കുകയോ മിന്നുകയോ ചെയ്യാതിരുന്നാൽ പകുതി ശ്രദ്ധയും പഠനത്തിലേക്ക് വരും. സ്ക്രീൻ ഗ്രേസ്കെയിൽ ആക്കുക. ഫോണിന്റെ ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ പോയി നിറങ്ങൾ മാറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രേസ്കെയിൽ ആക്കുക. സോഷ്യൽ മീഡിയ ആപ്പുകളിലെ ആകർഷകമായ നിറങ്ങളാണ് നമ്മുടെ തലച്ചോറിനെ അതിലേക്ക് ആകർഷിക്കുന്നത്. നിറങ്ങൾ ഇല്ലാതാകുന്നതോടെ ഫോൺ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് മടുപ്പായി തോന്നും. ആപ്പ് ലോക്കുകൾ ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയ ആപ്പുകൾക്ക് പ്രതിദിന സമയപരിധി ആപ്പ് ടൈമേഴ്സ് വയ്ക്കുക. ഈ ലോക്കിന്റെ പാസ്വേഡ് സുഹൃത്തുക്കളോടോ മാതാപിതാക്കളോടോ സെറ്റ് ചെയ്യാൻ പറയുക. അങ്ങനെയാകുമ്പോൾ സമയം കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി അത് അൺലോക്ക് ചെയ്യാൻ കഴിയില്ല. ഘട്ടം 2. പഠനത്തിൽ എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം? പഠിക്കാനുള്ള കാര്യം വളരെ വലുതാണെന്ന് തോന്നുമ്പോഴാണ് തലച്ചോറ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഫോൺ തിരയുന്നത്. അതുകൊണ്ട് പഠനത്തെ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റുക. 1. ഒരു ചെറിയ ലക്ഷ്യം നിശ്ചയിക്കുക. പഠിക്കാൻ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഞാൻ ഇന്ന് മുഴുവൻ ഫിസിക്സ് പഠിക്കുമെന്ന് വിചാരിക്കുന്നതിനു പകരം ഞാൻ അടുത്ത 20 മിനിറ്റ് കൊണ്ട് ഈ പാഠത്തിലെ 3 പ്രധാന ചോദ്യങ്ങൾ മാത്രം പഠിക്കുമെന്ന് കൃത്യമായി നിശ്ചയിക്കുക. ലക്ഷ്യം ചെറുതാകുമ്പോൾ പഠിക്കാൻ മടി തോന്നില്ല. 2. 5 മിനിറ്റ് റൂൾ. 5 മിനിറ്റ് റൂൾ തുടങ്ങാനുള്ള മടി മാറ്റാൻ ഞാൻ വെറും 5 മിനിറ്റ് മാത്രമേ പഠിക്കൂ എന്ന് മനസ്സിനോട് പറയുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ടും മടുപ്പ് തോന്നുകയാണെങ്കിൽ പഠനം നിർത്താം എന്ന് സ്വയം തീരുമാനിക്കുക. എന്നാൽ സത്യത്തിൽ ആ ആദ്യത്തെ 5 മിനിറ്റ് കടന്നുകൂടിയാൽ പിന്നീട് പഠനം തുടരാൻ തലച്ചോറ് തനിയെ തയ്യാറാകും. 3. പൊമോഡോറോ രീതി. പൊമോഡോറോ ടെക്നിക്ക് പഠിക്കുന്ന സമയത്ത് 25 മിനിറ്റ് പൂർണ്ണ ശ്രദ്ധയോടെ പഠിക്കുക. ഈ സമയത്ത് ഫോണോ മറ്റ് ചിന്തകളോ പാടില്ല. അതിനുശേഷം 5 മിനിറ്റ് ചെറിയൊരു ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്കിലും ഫോൺ തുടരുത്. പകരം അല്പം വെള്ളം കുടിക്കുകയോ നടക്കുകയോ ചെയ്യാം. ഇത് 4 തവണ ആവർത്തിച്ച ശേഷം 30 മിനിറ്റിന്റെ വലിയൊരു ബ്രേക്ക് എടുക്കാം. 4. ഒരു പേപ്പർ അരികിൽ കരുതുക. മറ്റു ചിന്തകൾ അലട്ടുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് മെസ്സേജ് അയക്കണമെന്നോ ആ സിനിമയുടെ പേരെന്തായിരുന്നു എന്നോ ഒക്കെയുള്ള ചിന്തകൾ വരിക സ്വാഭാവികമാണ്. അങ്ങനെ വരുമ്പോൾ അത് ഉടൻ തന്നെ ആ പേപ്പറിലേക്ക് എഴുതിവെക്കുക. ശേഷം പഠനത്തിലേക്ക് തിരികെ വരിക. എഴുതിക്കഴിയുമ്പോൾ ആ ചിന്ത മനസ്സിനെ ശല്യപ്പെടുത്തുന്നത് നിൽക്കും. തുടക്കത്തിലെ മടുപ്പ് സ്വാഭാവികമാണ്. പഠിക്കാനിരുന്ന് ആദ്യത്തെ 10 മുതൽ 15 വരെ മിനിറ്റ് കടുത്ത മടുപ്പും അസ്വസ്ഥതയും തോന്നിയേക്കാം. അത് ഫോണിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന പെട്ടെന്നുള്ള സന്തോഷം ഡോപ്പമീൻ തലച്ചോറ് ആവശ്യപ്പെടുന്നതുകൊണ്ടാണ്. ആ 15 മിനിറ്റ് സഹിച്ചു മുന്നോട്ടു പോയാൽ തലച്ചോറ് പഠനവുമായി പൊരുത്തപ്പെടും.